ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു റിസൾട്ടാണിത്. ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അത്ര അടിപൊളി റിസൾട്ടാണ്. ഇത് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരികയാണ്. ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല നിറം വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ പെർമനൻറ്റ് റിസൾട്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് പുഴുങ്ങാത്ത ഉരുളക്കിഴങ്ങാണ്. ചിലർ ചോദിക്കാറുണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണോ എന്നല്ലോ. ഇതേപോലത്തെ ഒരു ഗ്രേറ്ററിൽ ഇതിങ്ങനെ ചെറുകിയെടുത്താലാണ് ഇതിൻ്റെ നീര് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലാന്നാണെങ്കിൽ മിക്സിയുടെ ജാറിൽ വെള്ളം ഇല്ലാണ്ട് അടിച്ചിട്ട് അതിൻ്റെ നീര് അരിപ്പയിലൂടെ പിഴിഞ്ഞെടുത്താലും മതി. അപ്പം ഞാനിതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലോണം അതിൻ്റെ കറക്റ്റ് ആ ഒരു നീര് കിട്ടും. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്ന നേരം നമുക്ക് എന്താ പറയുക, അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെ സൗകര്യം പോലെ നിങ്ങളതിൻ്റെ നീരെടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കടലപ്പൊടി ഉണ്ടല്ലോ, കടലമാവ് എന്നും പറയും, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ഈ പൊട്ടാറ്റോൻ്റെ ജ്യൂസ്, അതേപോലെ ടൊമാറ്റോൻ്റെ ജ്യൂസ്, ലെമൺ ജ്യൂസ്, ഇതെല്ലാം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് സ്കിൻ വൈറ്റനിങ്. പക്ഷേ ഇതൊരിക്കലും നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് ഇടാൻ പാടില്ല കേട്ടോ. ഡയറക്റ്റ് ഫേസിലേക്ക് ഇട്ടാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും. അതേ സ്ഥാനത്ത് ഇതേപോലെ ഫേസ് പാക്കിലെല്ലാം ആഡ് ചെയ്തിട്ടാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഫി പൊടിയാണ്. കോഫി പൗഡർ എന്ന് പറയുന്നത് ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊരു ടീസ്പൂൺ ഇടുക. അതിന് ശേഷം അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അവിടെ ഇങ്ങനെ കട്ട കെട്ടിക്കിടക്കരുത്. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ നമുക്കതിൻ്റേതായ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഉരുളക്കിഴങ്ങിലാണ് ഇത് തേച്ച് നമ്മളിട്ടത്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സർക്കുലാർ മോഷനിൽ മസാജ് 2 മിനിറ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് തന്നെ മസാജ് കൊടുക്കുക. നമ്മളെ മുഖം എത്രത്തോളം മസാജ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് മുഖത്ത് നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതായത് നമ്മുടെ ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിക്കാനും അതേപോലെ തന്നെ നമ്മളെ മുഖത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഇത് ഒരുപാട് സഹായിക്കും ഈ മസാജിങ് എന്ന് പറയുന്നത്. അതൊരു പാക്കറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, വെറുതെ ചെയ്താലും. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത്, നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയാൽ നമ്മൾ കഴുകിക്കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിനൊന്ന് ഒപ്പി വെക്കുക വെള്ളം കൊണ്ട്. അപ്പോൾ ഒന്ന് നനഞ്ഞിട്ട് അതൊന്ന് സ്കിന്നിൽ നിന്ന് പെട്ടെന്ന് റിമൂവായി കിട്ടും. ഇല്ലാന്നാണെങ്കിൽ നമ്മൾ ഉരച്ച് കഴുകാൻ പാടില്ല. ജസ്റ്റ് മെല്ലെ അതിനെ ഒന്ന് നനച്ചെടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന മാറ്റം കണ്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും. ശരിക്കും ഭയങ്കര ഒരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഫസ്റ്റ് യൂസ് തന്നെ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. മാക്സിമം പോയാൽ 2 പ്രാവശ്യം മാത്രമേ നിങ്ങളിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഡെയിലി ഫേസ് പാക്ക് അല്ല കേട്ടോ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ അരിപ്പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഒരു സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡെയിലി ചെയ്യാൻ പാടില്ല. നന്നായി കഴുകിയെടുക്കുക. സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകരുത്. കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയ ഒരു റിസൾട്ടായിരുന്നു. ഇത്രയും റിസൾട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്ക് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു പാർട്ടി ഉണ്ടെങ്കിൽ, ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലല്ലോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. വെറും ഒരു 20 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്